വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല. ചതിക്കുന്ന ആളുകളെ അല്ലാഹു വെറുതെ വിടൂല. ചതിയന്മാരുടെ പിന്നാലെ, അവരുടെ പിൻഭാഗത്ത് നാളെ പാരത്രിക ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു കൊടിയുണ്ടാകും. ആ കൊടിയിൽ ചതിയന്മാരാണ് എന്ന് എഴുതി വെക്കപ്പെട്ട ഒരു കൊടി ചതിയന്മാരുടെ പിൻഭാഗത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കേണ്ടത് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സമ്പത്തുണ്ടാക്കാനല്ല, വിശ്വാസ വഞ്ചന നടത്തരുത് എന്നാണ്. സാമ്പത്തികമായി പല ആളുകളുടെയും സ്രോതസ്, പല ആളുകളുടെയും സോഴ്സ് പഠിച്ചു നോക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പലരും വഞ്ചനയിലൂടെയാണ്, ചതിയിലൂടെയാണ് സമ്പത്ത് കൈക്കലാക്കിയത്. പലരും മുതലാളിമാരായത് വിശ്വാസ വഞ്ചനയിലൂടെ. കൂടെ ജോലി ചെയ്തിരുന്ന, കൂടെ പ്രവർത്തിച്ചിരുന്ന സഹപ്രവർത്തകനെ, ഷെയർ ഹോൾഡറെ, പാർട്ട്ണറെ, കുടുംബക്കാരെ, ജ്യേഷ്ഠന്മാരെ, അനുജന്മാരെ, ഇങ്ങനെ കുടുംബത്തിലുള്ള പല ആളുകളെ, ചങ്ങാതിമാരെ പറ്റിച്ച് ചതിച്ച് സ്വന്തം ലാഭത്തിനു വേണ്ടി അവരെ എല്ലാവരെയും ഒറ്റപ്പെടുത്തി ബഹുഭൂരിഭാഗം ആളുകളും, പല ആളുകളും ബിസിനസ് വളർത്തിയെടുക്കുന്നുണ്ട്. അവര് നാട്ടിൽ മാന്യന്മാരായി നടക്കുന്നുണ്ട്. അവര് സ്വതക്ക ചെയ്യുന്നുണ്ട്. അവര് ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളവരാണ്. പക്ഷേ അവരുടെ സമ്പത്തിന്റെ സോഴ്സ് നോക്കിയാൽ ഏതെങ്കിലും ഒരാളെ പറ്റിച്ചുകൊണ്ട് ചതിച്ചുകൊണ്ട് തുടങ്ങിയതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ തലമുറ മാറാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളാണിത് ശ്രദ്ധിക്കേണ്ടത്. മക്കൾക്ക് നൽകേണ്ട ഉപദേശം, ജീവിതത്തിൽ മറ്റൊരാളെ വഞ്ചിക്കാൻ പാടില്ല, വിശ്വാസ വഞ്ചന നടത്താൻ പാടില്ല എന്ന്. വിശ്വാസവഞ്ചന നിഫാഖിന്റെ അടയാളമാണ്, മുനാഫിഖീങ്ങളുടെ അടയാളമാണ്. എന്നാൽ ആ മുനാഫിഖീങ്ങളെ അല്ലാഹു തആല നാളെ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് ശിക്ഷിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും മുനാഫിഖീങ്ങൾ. പിന്നെ പറഞ്ഞു സത്യസന്ധത നിങ്ങൾക്കുണ്ടായാൽ, സത്യസന്ധന്മാരായി നിങ്ങൾ മാറിയാൽ, നിങ്ങൾക്ക് മറ്റുള്ള എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. സത്യം പറഞ്ഞതിന്റെ പേരിൽ ഖുലിൽ ഹഖ്ഖ വ ഇൻ കാന മുറാ, എത്ര കൈപ്പേറിയതാണെങ്കിലും എത്ര പ്രയാസമുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. മാതാപിതാക്കൾ മക്കളോട് കളവ് പറയാൻ പാടില്ല. എന്നാൽ നിങ്ങൾ നിരന്തരമായി കളവ് പറഞ്ഞ് മക്കളോട് നിങ്ങൾ കളവ് പറയരുത് എന്ന് പറഞ്ഞാൽ അവരത് അനുസരിക്കാൻ തയ്യാറാവൂല. മദ്രസയുടെ വിഷയം, സ്കൂളിന്റെ വിഷയം, പിരിവിന്റെ വിഷയം, അങ്ങനെ ഓരോ വിഷയങ്ങളിൽ നിങ്ങൾ കളവ് പറയുന്നത് മക്കൾ കാണാനിടയായാൽ അവരും അതേപോലെ കളവ് പറഞ്ഞ് വളർന്നുകൊണ്ടേയിരിക്കും. പിന്നെ നിങ്ങൾ അവരോട് എത്ര വാത് പറഞ്ഞാലും, കളവ് പറയരുത് എന്ന് പറഞ്ഞാലും അവരത് അനുസരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വഖുലിൽ ഹഖ്ഖ വ ഇൻ കാന മുറാ, തല പോയാലും സത്യമേ പറയൂ എന്ന് നമ്മൾ പ്രതിജ്ഞയെടുക്കണം. മക്കളെ അതേ രീതിയിൽ വളർത്താൻ നമ്മൾ ശ്രമിക്കണം. തല പോയാലും ഞാൻ സത്യമേ പറയുള്ളൂ എന്ന ഒരു പ്രതിജ്ഞ, അതേ ഒരു പ്രതിജ്ഞ മക്കളെ കൊണ്ടെടുപ്പിക്കണം. സ്കൂളിലായാലും മദ്രസയിലായാലും എവിടെയായാലും നല്ല രീതിയിൽ, വളരെ നല്ല രീതിയിൽ ജനങ്ങളോട് നുണ പറയാതെ, അത്യാവശ്യ ഘട്ടങ്ങളാണെങ്കിലും ഇനി ഏത് സില്ലി വിഷയങ്ങളാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? കഴിവിന്റെ പരമാവധി എന്നല്ല, 100% സത്യസന്ധമായി സത്യം മാത്രം പറഞ്ഞ് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത് വഹുസ്നു ഖലീഖ, നല്ല കൂട്ടുകാരുണ്ടായാൽ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് അതും ഏറ്റവും വലിയ നിഅമത്താണത്, ഏറ്റവും വലിയ ഉപകാരമാണത്. കാരണം നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാൽ പിന്നെ വേറെ മറ്റുള്ള എന്തു നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പമില്ല. സൽസ്വഭാവികളായ കൂട്ടുകാർ, നിങ്ങളും അതേപോലെ സൽസ്വഭാവത്തോടുകൂടി പെരുമാറുന്ന, മറ്റുള്ളവരോട് മാന്യമായി പെരുമാറുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ടത് നല്ലവരായ ആളുകളെ മാത്രമേ കൂട്ടുകാരായി കാണാൻ പാടുള്ളൂ. നല്ല ചങ്ങാതിമാരെ മാത്രമേ നിങ്ങൾ സുഹൃത്തുക്കളായി പരിഗണിക്കാൻ പാടുള്ളൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദാഹരണം പറഞ്ഞത്, നല്ല കൂട്ടുകാർക്ക് ഉദാഹരണം പറഞ്ഞത് അത്തർ കച്ചവടം ചെയ്യുന്ന ആളെയാണ്, സുഗന്ധം വിൽക്കുന്ന ആളെയാണ്, സുഗന്ധം വിൽപ്പന നടത്തുന്ന ആളെയാണ്. നല്ല കൂട്ടുകാരോട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഭവിച്ചത്, നീ അയാളിൽ നിന്ന് പൈസ കൊടുത്തു സുഗന്ധം വാങ്ങിച്ചില്ലെങ്കിലും നിന്റെ കൂട്ടുകാരൻ, നിന്റെ ചങ്ങാതി ഒരു അത്തർ കച്ചവടക്കാരനായതിന്റെ പേരിൽ, നിനക്ക് അയാളുടെ കൂടെ നടന്നതിന്റെ പേരിൽ നിന്റെ വസ്ത്രങ്ങളിൽ സുഗന്ധമുണ്ടാകും. നിന്റെ വസ്ത്രങ്ങളിൽ നിന്നിൽ നിന്ന് നല്ല സുഗന്ധം ലഭിക്കും. എന്തുകൊണ്ട്? നീ അത്തർ കച്ചവടക്കാരന്റെ കൂടെ നടന്നു എന്ന കാരണത്താൽ. ഇനി നീ നടക്കുന്നത് ഏതെങ്കിലും അടുപ്പത്ത് ജോലി ചെയ്യുന്ന കൊല്ലന്മാരുടെ അടുത്താണെങ്കിൽ, അവരാണ് നിന്റെ ചങ്ങാതിമാരെങ്കിൽ, ഒന്നുകിൽ ആ അടുപ്പത്ത് നിന്നുള്ള തീ നിന്റെ വസ്ത്രം കരിച്ചു കളയാൻ, അതേപോലെ നിന്റെ ശരീരത്തിലേക്ക് ദുർഗന്ധം വമിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ചീത്ത കൂട്ടുകാരെ കൊല്ലന്മാരുമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഉപമിച്ചത്. നല്ല കൂട്ടുകാരാണെങ്കിൽ അവരിൽ നിന്നുള്ള നല്ല വിശേഷണങ്ങൾ, അവരുടെ നല്ല സ്വഭാവങ്ങൾ, അവരുടെ നല്ല പെരുമാറ്റങ്ങൾ എല്ലാം നമ്മുടെ സുഹൃത്തിന്റെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കണമെന്ന്. ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കണം. ചങ്ങാതിയുടെ സ്വഭാവം നോക്കണം. അതുകൊണ്ട് ആരെയാണ് ചങ്ങാതിയാക്കേണ്ടത് എന്ന് ഓരോ ആളുകളും ആലോചിച്ച് തീരുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ നമ്മെ വിലയിരുത്തുന്നത് നമ്മുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കിയിട്ടാണ്. നമ്മുടെ മക്കളെ വിലയിരുത്തേണ്ടത് നമ്മുടെ ചങ്ങാതിയുടെ സ്വഭാവം നോക്കിയിട്ടാണ്. ചങ്ങാതി എങ്ങനെയുണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മക്കൾ സ്കൂളിലും മദ്രസയിലും നാട്ടിലും ഒക്കെ ചങ്ങാതിമാരെങ്ങനെയുണ്ട് നോക്കുക. ഏതാണ് ചങ്ങാതി, ഏതാണ് ഇവന്റെ കൂട്ടുകാരൻ, നല്ലവരാണോ, നാട്ടിൽ ദുഷിച്ച സ്വഭാവമുള്ള ആളുകളാണോ, ദുഷ്പേരുള്ള ആളുകളാണോ, അല്ല സൽപ്പേരുള്ള ആളുകളാണോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കുക. ദുഷ്പേരുള്ള ആളുകളാണെങ്കിൽ, ചീത്ത പ്രസിദ്ധിയുള്ള കുപ്രസിദ്ധിയുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ മക്കളെ അത്തരം കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി നിർത്താൻ നമ്മൾ ശ്രമിക്കുക. അത് നമ്മുടെ മക്കളെ നന്നാവാൻ കാരണമാവും. സ്കൂളുകളും അങ്ങനെ, കോളേജുകളിലൊക്കെ ദുസ്വഭാവമുള്ള നമ്മുടെ മക്കളാണെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ കൂടി ചേർത്ത് അവിടെ വല്ലാത്ത കുരുത്തക്കേടാണെങ്കിൽ അവിടെയുള്ള കൂട്ടുകാർ വളരെ മോശമായതുകൊണ്ടായിരിക്കും അത്തരം കോളേജുകളിൽ നിന്ന് റീസൈൻ ചെയ്യിപ്പിച്ച് അടുത്ത കോളേജ് നല്ലൊരു പുതിയ ഒരു സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയി ചേർക്കലാണ് മക്കളൊക്കെ നന്നാവാനുള്ള ഏറ്റവും നല്ല വഴി. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാലാമത് പറയുന്നത് സമ്പാദ്യത്തിലെ സൂക്ഷ്മതയാണ്. ഒന്നാമത്തേത് വിശ്വസ്തതയാണ്, രണ്ടാമത്തേത് സത്യസന്ധതയാണ്, മൂന്നാമത്തേത് നല്ല സൗഹൃദ ബന്ധമാണ്, നാലാമത്തേത്
സമ്പത്തിലെ സമ്പാദ്യത്തിലെ സൂക്ഷ്മത. മൻ അകല ത്വയ്യിബൻ, ഒരാൾ നല്ലത് തിന്നുകയും വഅമില ഫീ സുന്നഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് അനുസൃതമായി ജീവിക്കുകയും ചെയ്താൽ, വഅമിനൻ നാസു ബവായിഖഹ്, അവന്റെ ശർറിൽ നിന്ന് ജനങ്ങളൊക്കെ രക്ഷപ്പെട്ടാൽ, ദഖലൽ ജന്ന, അല്ലാഹു അയാൾക്ക് സ്വർഗ്ഗം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നായാൽ അയാൾ സ്വർഗ്ഗത്തിലെത്തുമെന്നാ പറഞ്ഞത്. തിന്നുന്നത് ഹലാലാവണം, സമ്പാദിക്കുന്നത് ഹലാലാവണം, ഹറാമ് സമ്പാദിക്കാതെ, ജനങ്ങളെ വെറുപ്പിക്കാതെ മാന്യമായി ജീവിച്ചാൽ ദഖലൽ ജന്ന, അവർക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ നല്ല യുവാക്കളായ ചെറുപ്പക്കാർ നന്നായി ഇബാദത്ത് ചെയ്യുന്നത് ഇബ്ലീസ് കാണാനിടയായാൽ, ചെറുപ്പക്കാരുടെ ഇബാദത്തിനാണ് ഇബ്ലീസിന് വല്ലാത്ത ദേഷ്യം. ചെറുപ്പക്കാരുടെ ഇബാദത്താണ് നല്ല പ്രതിഫലമുള്ള ഇബാദത്ത്. 90 വയസ്സായി 60 വയസ്സായത് മുതൽ തഹജ്ജുദ് നിസ്കരിക്കാൻ തുടങ്ങി. അതിലൊന്നും വലിയ കാര്യമില്ല, കൂലിയൊക്കെ കിട്ടുമില്ല എന്നല്ല, ആ തഹജ്ജുദിലൊന്നും വലിയ നേട്ടമൊന്നുമില്ല. കാരണം നിന്റെ യൗവനത്തിൽ നീ തഹജ്ജുദ് നിസ്കരിച്ചോ എന്നാണ് അള്ളാഹു നോക്കുക. യുവാവായിരിക്കെ എത്രത്തോളം അള്ളാഹുവിനെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹു നോക്കുക. യൗവനം നഷ്ടപ്പെട്ടു, വയസ്സായി, ജനങ്ങൾക്കിടയിൽ, നാട്ടുകാർക്കിടയിൽ അംഗീകാരമില്ല, പിന്നെ വയസ്സായി, പിന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഇബാദത്ത് തുടങ്ങും, തസ്ബീഹ്മാല കയ്യിൽ പിടിക്കാൻ തുടങ്ങും, പള്ളിക്ക് പോകാൻ തുടങ്ങും. അതൊക്കെ ഏത് മനുഷ്യന്മാരും ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇബ്ലീസ് അതത്ര ശ്രദ്ധിക്കൂല, വയസ്സന്മാരുടെ ഇബാദത്തിന് അത്ര ശ്രദ്ധിക്കൂല. യുവാക്കളുടെ ഇബാദത്തിനെയാണ് ഇബ്ലീസ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നല്ല യുവാക്കൾ അള്ളാഹുവിന് വേണ്ടി ആരാധിക്കുന്നതും നിസ്കരിക്കുന്നതും ഇബാദത്ത് ചെയ്യുന്നതൊക്കെ ഇബ്ലീസ് കാണാനിടയായാൽ ഇബ്ലീസ് പറയും, ഉൻദുറൂ മിൻ ഐന മത്അമുഹു, അയാൾ എവിടെ നിന്നാണ് സമ്പാദിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കണം. ഈ യുവാവിന്റെ വരുമാനം എന്താണെന്ന് നോക്കണം. ഈ യുവാവിന്റെ വരുമാനം എന്താണ്, ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കണം. ഫഇൻ കാന മത്അമുഹു മത്അമ സൂഇൻ, ഇയാളുടെ സമ്പാദ്യം ഹറാമായ സമ്പാദ്യമാണെങ്കിൽ ഖാല ദഊഹു, നിങ്ങൾ അയാളെ വിട്ടേക്കണം, നിങ്ങൾ അയാളെ വിട്ടേക്കണം. ദഊഹു, അയാളെ വിട്ടേക്കണം, അയാളെ മൈൻഡ് ചെയ്യണ്ട. ലാ തസ്തഗിലൂ ബിഹി, പിന്നെ അയാളുടെ പിന്നാലെ പോവണ്ട. അയാൾ നിസ്കരിച്ചോട്ടെ, അയാൾ ഖുർആൻ ഓതിക്കോട്ടെ, അയാൾ സ്വതക്ക ചെയ്തോട്ടെ. ദഊഹു, അയാൾ കഷ്ടപ്പെട്ട് ആരാധിച്ചോട്ടെ. ആ ഹറാമായ സമ്പാദ്യം കാരണത്താൽ തന്നെ അല്ലാഹു തആല അയാളെ തള്ളിയിരിക്കുകയാണ്, എഴുതി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പിന്നാലെ പോവേണ്ടതില്ല എന്ന് പിശാച് പറയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ജീവിക്കുമ്പോൾ വളരെ മാന്യമായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടി, ജനങ്ങളെ വെറുപ്പിക്കാതെ, ജനങ്ങളെ സാമ്പത്തികമായി തട്ടിപ്പ് നടത്താതെ, വിശ്വാസ വഞ്ചന നടത്താതെ, നുണ പറയാതെ, നല്ല സൗഹൃദ ബന്ധങ്ങളോടുകൂടി ജീവിക്കാൻ ശ്രമിക്കണം. കാരണം ഒരു മനുഷ്യൻ നന്നാവാൻ 5 വഴികൾ പറഞ്ഞു തന്നപ്പോൾ അതിലൊന്ന് പറഞ്ഞത് മുജാലസത്തുസ് സാലിഹീൻ, സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരുണ്ടാകണമെന്നാണ്. നല്ല കൂട്ടുകാരുണ്ടാവണം. നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സ്വാലിഹീങ്ങളായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ പ്രധാനമായി സമ്പാദിക്കേണ്ടത് മുജാലസത്തുസ് സാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ ചങ്ങാതിയായി കൂടെ കൂട്ടണമെന്നാണ് മഹാനായ ഇബ്രാഹിമുൽ ഖവ്വാസ് തങ്ങൾ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ SKSSFന്റെ 19 ഫെബ്രുവരി 19 SKSSFന്റെ സ്ഥാപക ദിനമാണിത്. ഈ മഹത്തായ സ്ഥാപക ദിനത്തിൽ കർമ്മോത്സുകരായ
ഈ കേരളത്തിന്റെ അകത്തും പുറത്തും ഗൾഫ് രാജ്യങ്ങളിലും SKSSF-ന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഇഖ്ലാസുള്ള മുത്തഖീങ്ങളായ എത്രയോ ചെറുപ്പക്കാരുണ്ട്. അവരുടെ കൂടെ കൂട്ടുകൂടാനും വേണ്ടാത്ത മോശമായ സ്വഭാവങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ശ്രമിക്കണമെന്നാണ് സാന്ദർഭികമായി ഉണർത്താനുള്ളത്. ഏത് പ്രവർത്തകനായാലും നേതാക്കന്മാരായാലും സംഘടനയായാലും രാഷ്ട്രീയ പാർട്ടിയായാലും പറയാൻ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പ്രസിഡന്റ് ആവാനും സെക്രട്ടറി ആവാനും അതേപോലെ ഏത് മേഖലകളിൽ ചുക്കാൻ പിടിക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ നേതാക്കന്മാരായ ആളുകൾ കറ കളഞ്ഞവരാകുമ്പോഴാണ്, നിഷ്കളങ്കരായവരാകുമ്പോഴാണ് അണികൾക്ക് അഭിമാന ബോധമുണ്ടാവുന്നത്. അണികൾക്ക് അന്തസ്സോടുകൂടി എന്റെ നേതാവ് ഇവരാണ് എന്ന് പറയാൻ കഴിയണം. നാണക്കേട് തോന്നാൻ പാടില്ല. ഇയാളാണോ നിങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ്, ഇയാളാണോ നിങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറി എന്ന് ചോദിച്ച് നമ്മുടെ സംഘടനയെ തരം താഴ്ത്തുന്ന രീതിയിലേക്കുള്ള ആളുകൾ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിലെത്താൻ പാടില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു പ്രസ്ഥാനം തുടക്കം കുറിച്ചത് മഹാനായ CH ഹൈദ്രൂസ് ഉസ്താദാണ്. അദ്ദേഹമാണ് ഇതിന് തുടക്കം കുറിച്ചത്. സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു, സൂക്ഷ്മതയുടെ പര്യായമായിരുന്നു. ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഒരു 5 രൂപ തന്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ ബാക്കി വെച്ചത്, അത് മരണത്തിന്റെ അന്ന് രാത്രി മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് മഴയുള്ള രാത്രിയാണെന്ന് തോന്നുന്നുണ്ട്, ആരിൽ നിന്നോ കുട വാങ്ങി രാത്രി ഇരുട്ടിയ സമയത്ത് ഒരാളുടെ വീട്ടിൽ പോയി 5 രൂപ കൊടുത്ത് തിരിച്ചു വന്നു. നേരെ വീട്ടിലെത്തി ഭാര്യയോട് മനോഹരമായ പായസം ഉണ്ടാക്കാൻ പറഞ്ഞു. ഷുഗർ ബാധിച്ച ഒരു രോഗി പായസം കുടിക്കുകയോ, അങ്ങനെ മരണശേഷം എന്തൊക്കെ ചെയ്യണം നിനക്ക് അത് ചെയ്യാനറിയോ, മരിച്ചാൽ എന്ത് ചെയ്യണമെന്ന് നിനക്കറിയുമോ, നിനക്ക് എങ്ങനെയാണ് മരണശേഷം എന്തൊക്കെ കർമ്മങ്ങളുണ്ട് എന്ന് നിനക്കറിയുമോ, ഞാൻ മരിച്ചാൽ നീ എന്തൊക്കെയാണ് ചെയ്യുക എന്ന തമാശയോടുകൂടി ഭാര്യയോട് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിച്ചുപോയ മഹാനായ CH ഹൈദ്രൂസ് മുസ്ലിയാർ. അവരെ പോലെയുള്ള നിഷ്കളങ്കരായ നേതാക്കന്മാരുണ്ടാവണം നമ്മൾക്ക്. എങ്കിൽ നമ്മൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, നമ്മള് സമസ്തയുടെ SKSSF-ന്റെ പ്രവർത്തകരാണ്. നമ്മുടെ നേതാവ് CH ഹൈദ്രൂസ് മുസ്ലിയാർ അവർകളാണ്. നമ്മുടെ നേതാവ് ശൈഖുന ശംസുൽ ഉലമയാണ്. നമ്മുടെ നേതാവ് ശൈഖുന കണ്ണീത്ത് ഉസ്താദാണ്. അതല്ലാതെ സാമ്പത്തിക തട്ടിപ്പുകൾ, അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ദുരാരോപണങ്ങൾ നേരിടുന്നവർ ദയവ് ചെയ്ത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് സ്ഥാനം വളരെ അലങ്കാരമാണെന്ന് മനസ്സിലാക്കണം. സ്ഥാനം അലങ്കാരമാണ്, അത് വളരെ രസമാണ്. ചില ആളുകൾക്ക് സ്ഥാനമില്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും മിണ്ടാതിരിക്കാൻ കഴിയില്ല. സ്ഥാനമില്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്തതുപോലെ അലഞ്ഞു തിരിയുന്ന ആളുകളുണ്ട് സ്ഥാനങ്ങൾ നഷ്ടപ്പെടുമ്പോ. പക്ഷേ ഈ സ്ഥാനങ്ങൾ എന്നുള്ളത്, അധികാരം എന്നുള്ളത് ഉൾക്കിരീടമാണത്. അത് ഇപ്പോൾ ആവേശമാണെന്ന് തോന്നുകയാണെങ്കിലും നാളെ മഹ്ശറിലെത്തിയാൽ അത് പ്രയാസമാണെന്ന് മനസ്സിലാക്കണം. മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയുണ്ടായി, യാ റസൂലല്ലാഹ്, എന്നെ ഗവർണറാക്കുമോ എന്ന് ചോദിക്കുകയുണ്ടായി. നബിയെ, എന്നെ ഗവർണറാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, മുആദേ, നിങ്ങൾ ബലഹീനനാണ് മുആദേ, നിങ്ങൾക്ക് അധികാരം ഏറ്റെടുക്കാനില്ല കഴിവില്ല മുആദേ, നിങ്ങൾ ബലഹീനരാണ്. അതുമാത്രമല്ല, ഈ അധികാരം എന്നുള്ളത് നാളെ മഹ്ശറയിലെത്തിയാൽ അത് ഖേദമാണ്, ദുഃഖമാണ്, പ്രയാസമാണ്. അതുകൊണ്ട് അധികാരത്തെ മോഹിക്കരുത് മുആദേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. പക്ഷെ നമ്മളാണെങ്കിലോ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുകയാണ്.
അധികാരത്തിന് വേണ്ടി ഗ്രൂപ്പിസം കളിക്കുന്നുണ്ട്. അധികാരം എവിടെ പോയാലും അധികാരമോഹം, അധികാരം കിട്ടാൻ വേണ്ടി എന്ത് തോന്നിവാസം കളിക്കാനും ആരും മടിയന്മാരല്ല, ആർക്കും അതിൽ മടിയില്ല. എന്നാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്താൽ അത് ഭംഗിയായി ചെയ്യുന്നുണ്ടോ, അവിടെ അലസനാണവൻ, അവിടെ മടിയനാണവൻ. ഒരു ആത്മാർത്ഥമായി ഇന്നാലിന്ന കർമ്മങ്ങളൊക്കെ എനിക്കുണ്ട്, ഇന്നാലിന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ എനിക്കുണ്ട്, ഇതൊക്കെ എന്റെ ചെയ്തു തീർക്കേണ്ട ബാധ്യതയാണ് എന്ന ബോധത്തോടുകൂടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വേഗം വേഗം ചെയ്തു തീർക്കുന്നതിന് പകരം ഈ സ്ഥാനം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരു പ്രവർത്തനങ്ങൾ പോലും കാഴ്ചവെക്കാത്ത ആളുകൾ അധികാരത്തിന് വേണ്ടി ചരട് വലിക്കുന്നത് കാണുമ്പോൾ പലപ്പോഴും ഖേദം തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിഷ്കളങ്കരായ ആളുകൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. നിഷ്കളങ്കരായ ആളുകൾ സാമ്പത്തിക ക്രമക്കേടുള്ളവരാവാൻ പാടില്ല. സാമ്പത്തിക ക്രമക്കേടുണ്ടായാൽ പിന്നെ എങ്ങനെയാണ് ഒരാളെ വിശ്വസിക്കുക? ശ്രദ്ധിക്കണേ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റണമെങ്കിൽ അയാൾക്ക് സാമ്പത്തിക ശുദ്ധിയുണ്ടാവണം. സാമ്പത്തിക ശുദ്ധിയില്ലാത്തവരെ എന്തടിസ്ഥാനത്തിലാണ് നമ്മൾ അധികാരം നൽകുന്നത്? അതേപോലെ തീരെ ശാരീരികമായി വ്യക്തിപരമായി സംശുദ്ധനല്ല, ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ആളുകൾ ദയവ് ചെയ്ത് പ്രസ്ഥാനത്തിന് കളങ്കമുണ്ടാക്കുന്നതിന് പകരം മാറി നിൽക്കാനാണ് തയ്യാറാവേണ്ടത്. എന്നിട്ട് നല്ല യോഗ്യരായ ആളുകൾ, ആത്മാർത്ഥതയുള്ള ആളുകൾ, എത്രയോ നല്ല ഇഖ്ലാസുള്ള SKSSFന്റെ പ്രവർത്തകരെ എനിക്കറിയാം. ഗൾഫിലുണ്ട്, നാട്ടിലുണ്ട്. നല്ല തഖ്വയോടെ ജീവിക്കുന്ന ആളുകൾ, മുത്തഖീങ്ങളായി ജീവിക്കുന്ന ആളുകൾ, സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളുകൾ, അത്തരം ആളുകളെ, ഇതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകൾ ഇതൊരു അലങ്കാരമായി കാണാതെ മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തരായ പണ്ഡിതന്മാരോടുള്ള സ്നേഹം കൊണ്ട്, ശംസുൽ ഉലമയോടുള്ള സ്നേഹം കൊണ്ട്, കണ്ണിയത്ത് ഉസ്താദിനോട്, ചെറുശ്ശേരി ഉസ്താദിനോട്, കാളമ്പാടി ഉസ്താദിനോട്, അങ്ങനെ മഹാന്മാരായ ഉസ്താദുമാരോടുള്ള സ്നേഹം കൊണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ പല ആളുകൾക്കും ചില നേതൃസ്ഥാനങ്ങളിലുള്ള ആളുകളിലുള്ള കളങ്കമേറ്റ വ്യക്തികൾ കാരണത്താൽ മടുപ്പ് തോന്നുന്നത് പലപ്പോഴും പലരും ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നത്, ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നത് നമ്മുടെ നേതാക്കന്മാർ മുഖ്ലിസീങ്ങളായിരുന്നു എന്ന ഒരൊറ്റ ഒരു കാരണത്താലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേരളത്തിന്റെ അകത്തും പുറത്തും ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഇത്രയും വേരോട്ടം ലഭിച്ചത്. എന്നും നമ്മൾക്ക് പറയാനുണ്ട് സമസ്തയുടെ മുഖ്ലിസീങ്ങളായ നേതാക്കന്മാരെ. അത് ഇനിയും നിലനിൽക്കണം. ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്ക് നമ്മുടെ പ്രസ്ഥാനത്തോട് താല്പര്യമുണ്ടാവണം. ഇനി വരാനിരിക്കുന്ന ചെറുപ്പക്കാർക്ക് ഇതിനോട് താല്പര്യമുണ്ടാവണം. ഇതിനെ സ്നേഹിക്കണം, ഈ പതാക പിടിക്കണം, ഈ ത്രിവർണ്ണ പതാക നെഞ്ചോട് ചേർക്കണം. എന്നിട്ട് മുജാലസത്തു സ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങളായ കൂട്ടുകാരായി, നല്ല സ്വാലിഹീങ്ങളായ ചങ്ങാതിമാരായി, നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വിഖായയുടെ പ്രവർത്തകരെ പോലെ എന്ത് പ്രവർത്തിക്കുമ്പോഴും പറയാനുള്ളത്, പേരിന് വേണ്ടി പ്രവർത്തിക്കരുത്, അധികാരത്തിന് വേണ്ടി നമ്മൾ ആരും പ്രവർത്തിക്കരുത്, സ്ഥാനമാനങ്ങൾ നമ്മൾ കൊതിക്കുകയും ചെയ്യരുത്. നമ്മളിലേക്ക് അധികാരം കടന്നു വന്നാൽ നമ്മൾക്ക് കഴിയുമെങ്കിൽ ഏറ്റെടുക്കണം, കഴിയില്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കണം. ഞാൻ പറയുന്നത്, നമ്മൾക്കൊരു അധികാരം നമ്മുടെ അടുത്തേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ പ്രസിഡന്റ് ആവണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സെക്രട്ടറി ആവണമെന്ന് പറഞ്ഞാൽ, നമ്മൾക്കത് ഉത്തരവാദിത്വം എന്താണ് എന്നാണ് ആദ്യമായി നമ്മൾ ചോദിക്കേണ്ടത്. ഞാൻ പ്രസിഡന്റ് ആയാൽ എന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ഞാൻ പ്രിൻസിപ്പൽ ആയാൽ എന്റെ ബാധ്യത എന്തൊക്കെയാണ്? ഞാൻ സെക്രട്ടറി ആയാൽ എന്റെ കടമകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു വേണം ഏത് ഉത്തരവാദിത്വങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനും. അങ്ങനെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാതെ ഉറങ്ങാൻ പോലും പാടില്ല. നമ്മുടെ ബാധ്യത നിറവേറ്റാതെ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങാൻ കഴിയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മാ മിൻ അബ്ദിൻ യസ്തർഈഹില്ലാഹ്, അല്ലാഹു തആല ഒരാൾക്ക് ഉത്തരവാദിത്വം നൽകിയാൽ, അല്ലാഹു ഒരാളെ അധികാരമേൽപ്പിച്ചാൽ, യമൂതു യൗമ യമൂത്, ആ അധികാരം ഏറ്റെടുത്ത ഒരാൾ മരിക്കുമ്പോഴേക്കും വഹുവ ഗാശുൻ ലിറഇയതിഹി, ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ, അധികാരം ഏറ്റെടുത്തവർ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ
ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പള്ളിയുടെ പ്രസിഡന്റായി ചരട് വലിച്ചിട്ടാണ്, പാനലുകൾ അവതരിപ്പിച്ചിട്ടാണ്, നോട്ടുകെട്ടുകൾ വലിച്ചെറിഞ്ഞിട്ടാണ്, ശിങ്കിടികളെ തനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ശിങ്കിടികളെ ഏൽപ്പിച്ചിട്ടാണ് പ്രസിഡന്റ് ആയത്. എന്താണ് തന്റെ ഉത്തരവാദിത്വം എന്ന് അയാൾ പഠിച്ചിട്ടില്ല. അയാൾ മരിച്ചു പോകുമ്പോഴേക്കും അയാളുടെ ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിർവഹിക്കാതെ മരിച്ചുപോയാൽ ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. SKSSFന്റെ പ്രസിഡന്റ് സ്ഥാനം, സെക്രട്ടറി സ്ഥാനം, മേഖല, ശാഖ, അങ്ങനെ ഏത് ഉത്തരവാദിത്തങ്ങളാണെങ്കിലും നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ ചോദിക്കണം നമ്മുടെ ബാധ്യത എന്തൊക്കെയാണ് എന്ന്, നമ്മുടെ കടമ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചോദിക്കണം. എന്നിട്ട് നമ്മുടെ ഒരു വർഷ കാലയളവാണെങ്കിൽ ആ വർഷം തീരുന്നത് വരെ നമ്മുടെ ബാധ്യത ചെയ്യാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അലസത കാണിച്ചാൽ, മടി കാണിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത്, സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്ത് ഒന്നും ചെയ്യാതെ നമ്മുടെ ഒരു വർഷം കൂടി കഴിഞ്ഞു പോയാൽ അല്ലാഹുവിന്റെ കോടതിയിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. മുഅ്മിനീങ്ങളെ, ഇല്ലാ ഹറമ അലൈഹിൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം ഹറാമാക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട്. ഇവിടെ നമ്മൾക്ക് നമ്മുടെ നാടുകളിൽ ഒരുപാട് ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ നടത്താനുണ്ട്. ഈ പ്രവർത്തനങ്ങൾ വെറും ഒരു വാദ വെച്ചതുകൊണ്ടോ മജ്‌ലിസുന്നൂർ വെച്ചതുകൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ തീരൂല. നമ്മൾ നാടിന്റെ ഗ്രൗണ്ടിൽ ഇറങ്ങി, ബാക്ക്ഗ്രൗണ്ടിൽ ഇറങ്ങി നമ്മൾ കളിക്കണം, പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇറങ്ങണം. എന്നിട്ട് എന്തൊക്കെ നമ്മുടെ നാടിന് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. വിദ്യാഭ്യാസ മേഖലകളിൽ, കാരുണ്യ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ ഏതൊക്കെ മേഖലകളിൽ നമ്മുടെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ച്, അതൊക്കെ ഭരണാധികാരികളുടെ കടമയാണ്. ഒരു രാജ്യം ഭരിക്കുന്നവർ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വികസിപ്പിക്കൽ അവരുടെ കടമയാണ്. സാമ്പത്തിക വളർച്ച ഉണ്ടാക്കൽ അവരുടെ കടമയാണ്. തകർന്നു പോകുന്ന സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു വെച്ച് അതിനെ ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ കടമയാണ്. അറിയില്ലെങ്കിൽ ഇറങ്ങണം, അല്ലെങ്കിൽ അറിയുന്നവരെ ഏൽപ്പിക്കണം. ഇതൊന്നും ചെയ്യൂല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും വേണ്ടത് അധികാരമാണ്. എത്ര ആളുകളാണ് ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നത്? വെറും വർഗീയം പറഞ്ഞ്, ധ്രുവീകരണം പറഞ്ഞ് നിരന്തരമായി വിഭാഗീയതയുണ്ടാക്കുന്നു എന്നല്ലാതെ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രത്തിന്റെ നന്മയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും അധികാരം വേണം, എല്ലാവർക്കും സ്ഥാനമാനങ്ങൾ വേണം. പക്ഷേ അധികാരം കിട്ടിയാൽ പ്രവർത്തിക്കാൻ ആരുമില്ല. അതാണ് വലിയ പ്രശ്നം. എല്ലാവർക്കും സ്ഥാനം വേണം, എല്ലാവർക്കും അധികാരം വേണം. എന്നാ ആയിക്കോട്ടെ, നിങ്ങൾ പ്രസിഡന്റ് ആയിക്കോളൂ എന്ന് പറഞ്ഞാല് പിന്നെ അയാളെ അടുത്ത ഇലക്ഷനാണ് അയാളെ കാണണമെങ്കിൽ. ഇതല്ലേ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതിനു വേണ്ടിയാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ അധികാരത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുന്നത്? പ്രവർത്തിക്കാൻ കഴിയില്ലെങ്കിൽ യൂസുഫ് നബിയൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് അധികാരം. എന്തിന്? തന്നെക്കാൾ അർഹനായ വേറൊരാൾ ഇല്ലാന്ന് മനസ്സിലായപ്പോ ചോദിച്ചു വാങ്ങി. എന്നിട്ട് നല്ല മനോഹരമായി ഭരിച്ചില്ലേ? നമ്മളെക്കാൾ അർഹനായ വേറെ ഒരാളില്ലെങ്കിൽ നമ്മൾക്ക് ചോദിച്ചു വാങ്ങാം. നമ്മൾ തന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കലല്ലേ? ഏൽപ്പിച്ചാൽ തന്നെ ഏറ്റെടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മളെക്കാൾ അർഹരുണ്ടെങ്കിൽ അവരെ ഏൽപ്പിക്കുക. ഒരു ഗ്രൂപ്പിസം പോലെ കളി നടക്കരുത്. പല സ്ഥലങ്ങളിലും ഗ്രൂപ്പിസം പോലെ കളിക്കുക. പല ആളുകളെ, എല്ലാം മഹല്ലാണെങ്കിലും സംഘടനയാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും എല്ലാ സ്ഥലത്തും പാർട്ടിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, മഹല്ലിനുള്ളിൽ തന്നെ ഗ്രൂപ്പിസം, സംഘടനയ്ക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം. ഇങ്ങനെ ഗ്രൂപ്പിസവും വിഭാഗീയതയും, ഓരോ ആളുകൾ, ഓരോ കൂട്ടങ്ങൾ, ഇതൊക്കെയാണ്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ആളുകൾക്ക് ഇത്തരം വ്യവസ്ഥയോട് തന്നെ മടുപ്പ് തോന്നുന്നത്. ചെറുപ്പക്കാരൊക്കെ മുഖം തിരിഞ്ഞു കളയും. ഇനി വരുന്ന കാലങ്ങളിൽ നമ്മൾ കാലികമായ രീതിയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയില്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്തോട് ആളുകൾക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ട് നമ്മൾ ഈ അടിയും പിടിയും ഗ്രൂപ്പിസവും തർക്കങ്ങളും എല്ലാം ഒഴിവാക്കി നാടിന്റെ നന്മയ്ക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അപ്പൊ ഈ SKSF എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം ഇതിലുണ്ടാവുക എന്നുള്ളത് നല്ല ഒരു പിടി കൂട്ടുകാരാണ്. ഖായയുടെ പ്രവർത്തകർ, ഏത് രാത്രിയിൽ വിളിച്ചാലും ഊണും മുറക്കും ഒഴിച്ചുകൊണ്ട് കടന്നു വരുന്നവർ, സഹചാരിയുടെ പ്രവർത്തകർ, ഇബാദിന്റെ പ്രവർത്തകർ, ഇങ്ങനെ എല്ലാ മേഖലകളിലും ഓടിച്ചാടി നടക്കുന്ന ആത്മാർത്ഥതയുള്ള നിഷ്കളങ്കരായ ആളുകളുണ്ട്. ഈ കൂട്ടം അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള കൂട്ടമാണ്. ഇതിലെത്രയോ ചെറിയ ഒരു വിഭാഗം ആളുകൾ ആത്മാർത്ഥതയില്ലാതെ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആത്മാർത്ഥതയുടെ നിറകുടങ്ങളായ ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരൊക്കെ നല്ല നല്ല കൂട്ടുകാരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിച്ചു മുന്നേറുന്നവരാണ്. നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്. സ്നേഹിക്കാനാണ് അള്ളാഹു പറഞ്ഞത്, വെറുക്കാൻ അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടില്ല. വെറുക്കാനുള്ള കാരണങ്ങളല്ല നമ്മൾ കണ്ടെത്തേണ്ടത്, സ്നേഹിക്കാനുള്ള കാരണങ്ങളാണ് കണ്ടെത്തേണ്ടത്. ഓർമ്മയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യഫ്റുഖു മുഅ്മിനുൻ മുഅ്മിനതൻ, ഒരു പെണ്ണും ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കാൻ പാടില്ല. ഒരു ഭർത്താവും ഭാര്യയെ വെറുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ, അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം ഇഷ്ടപ്പെടാതെ വന്നാൽ, അവളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിനക്ക് ഇഷ്ടപ്പെടാത്ത വന്നാൽ, മറ്റേതെങ്കിലും ഒരു പ്ലസ് പോയിന്റ് കണ്ട് അവളെ സ്നേഹിക്കാൻ ശ്രമിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്. ചില സ്വഭാവങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടൂല ഭാര്യയുടെ. ഒരുപക്ഷെ ഭാര്യ കാണാൻ സുന്ദരിയായിക്കൊള്ളണമെന്നില്ല, അതിന്റെ പേരിൽ നീ ഭാര്യയെ വെറുക്കാൻ പാടില്ല. കാരണം അവള് നല്ല സ്വഭാവക്കാരിയാകാം. അപ്പൊ സൗന്ദര്യമില്ല എന്നതിന്റെ പേരിൽ നീ വെറുക്കുന്നതിന് പകരം സൽസ്വഭാവിയാണ് എന്ന കാരണത്താൽ നിനക്ക് സ്നേഹിച്ചുകൂടെ? അതാണ് നബി തങ്ങൾ ചോദിക്കുന്നത്. സ്വഭാവമില്ല എന്ന കാരണത്താൽ വെറുക്കുന്നതിന് പകരം സുന്ദരിയാണ് എന്ന കാരണം കണ്ട് നിനക്ക് സ്നേഹിച്ചൂടെ? ഇനി സൗന്ദര്യമില്ലെങ്കിലും സ്വഭാവമില്ലെങ്കിലും നല്ല പാചകക്കാരിയാണ് എന്ന കാരണത്താൽ നിനക്ക് സ്നേഹിച്ചുകൂടെ? ഇനി അതും ഇല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളവളാണ്, മക്കളെ നന്നായി പരിപാലിക്കുന്നവളാണ്, അതേപോലെ തന്നെ നല്ല ബുദ്ധിശക്തിയുള്ളവളാണ്, വീടിന്റെ സർവ്വ വിഷയങ്ങളും വളരെ മാന്യമായ രീതിയിൽ പരിഹരിക്കുന്ന ഒരു പെണ്ണാണ്. ഇങ്ങനെ ഭാര്യമാരിലുള്ള നന്മയെ കണ്ട് സ്നേഹിക്കാൻ ശ്രമിക്കണം, കുറവ് കണ്ട് വെറുക്കാൻ ശ്രമിക്കരുത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്, എല്ലാ ആളുകളെയും അങ്ങനെ തന്നെയാണ്. കുറവുകൾ കണ്ട് വെറുക്കാൻ ശ്രമിക്കുന്നതിന് പകരം നന്മകൾ കണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. നന്മകൾ കണ്ട് സ്നേഹിക്കാൻ പഠിക്കണം. ഒരാളെയും വെറുക്കാൻ നമ്മൾ ശ്രമിക്കരുത്, പിണങ്ങാൻ നമ്മൾ ശ്രമിക്കരുത്, അകറ്റി നിർത്താനും നമ്മൾ ശ്രമിക്കരുത്. പരസ്പരം സ്നേഹിച്ച് പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇദ്രീസുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ദഖൽതു മസ്ജിദ ദിമഷ്ക്, ഞാൻ ദിമഷ്കിലെ ഒരു പള്ളിയിൽ പ്രവേശിച്ചു. ഫഇദാ അന ബിഫതൻ ബറാഖി സനായ, ആ പള്ളിയിൽ നല്ല സുന്ദരനായ നല്ല മുൻപല്ലൊക്കെ വെട്ടിത്തുളങ്ങുന്ന ഒരു ചെറുപ്പക്കാരനെ കാണാനിടയായി. ജനങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ കൂടുന്നുണ്ട്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആളുകൾ അദ്ദേഹത്തോടാണ് സംശയം ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാരാണ്? അപ്പൊ അവിടെ നിന്നൊരാള് പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ്. മുആദ് ഇബ്നു ജബൽ, അതെ മുആദ് ഇബ്നു ജബൽ ആണ്. ഞാൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ വളരെ നേരത്തെ പള്ളിയിലേക്ക് പോയി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ ഒന്ന് പരിചയപ്പെടണം. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോ എന്നെക്കാളും മുമ്പ് മുആദ് ഇബ്നു ജബൽ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നിസ്കരിക്കുകയാണ്. ഞാൻ കുറച്ചു സമയം കാത്തിരുന്നു. അങ്ങനെ കാത്തിരുന്ന് സലാം വീട്ടിയ ഉടനെ ഞാൻ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ലില്ലാഹ്, അല്ലാഹുവാണേ സത്യം, ഞാൻ താങ്കളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക. നമ്മൾ ആരെ സ്നേഹിക്കുന്ന എന്തിനു? ശംസുൽ ഉലമയെ നമ്മൾ സ്നേഹിക്കുന്നു. എന്ത് കാരണത്താല? ഈശക്കാരനായിരുന്നു, ഇവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു എന്ന ഒരൊറ്റ കാരണത്താലാണ് ശംസുൽ ഉലമയെ നമ്മൾ സ്നേഹിക്കുന്നത്. വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഉണ്ടോ? കണ്ണിയത്ത് ഉസ്താദിനെ നമ്മൾ സ്നേഹിക്കുന്നു. അവർക്ക് ദുനിയാവിൽ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ?
വലിയ വലിയ വാഹനങ്ങളിൽ അവർ യാത്ര ചെയ്തിട്ടുണ്ടോ? പെൻസും BMW ഒക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ടോ? കൊട്ടാരങ്ങൾ അവർ നിർമ്മിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാ നമ്മൾ അവരെ സ്നേഹിക്കുന്നത്? അവർ അള്ളാഹ്ക്ക് വേണ്ടി ജീവിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം വളരെ പ്രധാനമാണ്. ഇന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരായി നമ്മൾ മാറണം. അതാണ് ഈ കൂട്ടായ്മ കൊണ്ട് നമ്മൾക്കുള്ള നേട്ടം. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇന്നി ലഉഹിബ്ബുക ലില്ലാഹ്. മുആദ് എന്നവരെ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. മുആദ് എന്നവരെ, ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ മുആദ് എന്നവർ ചോദിച്ചു, അല്ലാഹുവാണേ സത്യം? ഞാൻ പറഞ്ഞു അതെ. വീണ്ടും ചോദിച്ചു, അല്ലാഹുവാണ് സത്യം? ഞാൻ പറഞ്ഞു അതെ, അല്ലാഹുവാണ് സത്യം. എന്നെ അടുത്തേക്ക് അദ്ദേഹം വിളിച്ചു. മുആദ് എന്നവർ എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അബ്ശിർ, നീ സന്തോഷിച്ചോളൂ. ഫഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയാ, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയാ. എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ ഞാൻ സ്നേഹിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടും. വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ, എന്റെ മാർഗത്തിൽ സ്നേഹിക്കുക. ഇപ്പൊ നമ്മൾക്ക് ഇവിടെ പ്രവർത്തിച്ചത് കൊണ്ട് പൈസ ഒന്നും കിട്ടൂല. പ്രത്യേകിച്ച് മെമ്പേഴ്സ്, അംഗങ്ങൾ, നേതാക്കന്മാർക്ക് ചിലപ്പോ സ്റ്റേജിലൊക്കെ കയറാം, പത്രത്തിൽ ഫോട്ടോ വരും, അങ്ങനൊരു ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ പ്രവർത്തകർ, അവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവരിങ്ങനെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളായിരിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ, അതേപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഒരുമിച്ചിരിക്കുന്നവർ. നമ്മളിവിടെ ഇരുന്നത് അള്ളാഹിന്റെ മാർഗത്തിലാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരുന്നതിന്റെ പേര് നിങ്ങൾക്കൊരു 10 രൂപ പോലും കിട്ടൂല. വേറെ പറഞ്ഞാൽ എനിക്കൊരു പൈസ കിട്ടും, നിങ്ങൾക്കൊരു 10 രൂപ പോലും തരൂല. നിങ്ങൾ എന്തിനാ അവിടെ ഇരിക്കുന്നത്? ആർക്ക് വേണ്ടി അവിടെ ഇരിക്കുന്നത്? ആർക്ക് വേണ്ടിയാ? കിടന്നുറങ്ങിക്കൂടെ? ആർക്ക് വേണ്ടിയാ ഇരിക്കുന്നത്? ഈ മഞ്ഞും കൊണ്ടിരിക്കുന്നത് ആർക്ക് വേണ്ടി? മുത്തജാലിസീന ഫിയ, അല്ലാഹുവിന്റെ മാർഗത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടിയാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലേ? അങ്ങനെ അല്ലാഹുവിന് വേണ്ടി ഇരിക്കുന്ന ആളുകളെ എന്റെ സ്നേഹം അവർക്ക് നിർബന്ധമാണ്. ഞാൻ അവരെ സ്നേഹിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ പറഞ്ഞു, വൽ മുതസാവിരീന ഫിയ, പരസ്പരം സിയാറത്തുകൾ ചെയ്യുന്നവർ. മുതസാവിരീന ഫിയ, സിയാറത്ത് ചെയ്യുന്നവർ. കോഴിക്കോട് കടപ്പുറത്തുള്ള മഹാനായ ശംസുൽ ഉലമയുടെ മഖ്ബറ നമ്മൾ സിയാറത്ത് ചെയ്യാറുണ്ട്. എന്താണ് കാരണം? ശംസുൽ ഉലമയുടെ മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്താൽ നിങ്ങൾക്ക് ആരും പൈസ തരും? എന്താ അദ്ദേഹത്തിന്റെ മഖ്ബറ പോയിട്ട് സിയാറത്ത് ചെയ്യാൻ കാരണം? എന്തുകൊണ്ട്? വേറെ എത്ര ആളുകൾ കോഴിക്കോട് വലിയ വലിയ കോടീശ്വരന്മാർ മരിച്ചിട്ടുണ്ടല്ലോ, അവരൊന്നും സിയാറത്ത് ചെയ്യാത്തത് എന്തുകൊണ്ടാ? എന്നാ ശംസുൽ ഉലമയ്ക്കുണ്ടായ പ്രത്യേകത അള്ളാഹുവിന് വേണ്ടി ജീവിച്ചു. അള്ളാഹുവിന് വേണ്ടി ജീവിച്ചതുകൊണ്ടാണ് മഹാനായ ശംസുൽ ഉലമയെ നമ്മൾ സിയാറത്ത് ചെയ്യുന്നത്. അങ്ങനെ പരസ്പരം സിയാറത്ത് ചെയ്യുന്ന ആളുകൾ ഇനി ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ, ഈ കോഴിക്കോടുള്ള നിങ്ങൾ കാസർഗോഡുള്ള നിങ്ങളുടെ SKSSFന്റെ ഒരു പ്രവർത്തകനെ കാണാൻ പോവുകയാണ്. കാസർഗോഡുള്ള ഒരു SKSS പ്രവർത്തകനെ കാണാൻ പോവാണ്. അപ്പോ എന്തിനാ കാണാൻ പോകുന്നു? ഒന്നുമില്ല, കുറെ കാലമായി വാട്സപ്പിലുള്ള ബന്ധമാണ്. ഒന്ന് കാണാൻ, പരിചയപ്പെടാൻ, സംസാരിക്കാൻ. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണത്. അള്ളാഹുവിന് അത്തരം ആളുകളെ ഇഷ്ടമാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സന്ദർശിക്കുന്നവർ, സിയാറത്ത് ചെയ്യുന്നവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം ഒരുമിച്ചിരിക്കുന്നവർ, പരസ്പരം സ്നേഹിക്കുന്നവർ. വൽ മുതബാദിലീന ഫിയ, എന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർ. 4 ആളുകളെ ഞാൻ സ്നേഹിക്കുന്ന അല്ലാഹു പറഞ്ഞത്. 4 ആളുകൾക്ക് എന്റെ സ്നേഹം നിർബന്ധമാണ്. 4 ആളുകൾക്ക് എന്റെ സ്നേഹം നിർബന്ധമാണ്. ഒന്ന്, എന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർ. അത് അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്താ?
മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അതെങ്ങനെ അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്തെങ്കിലും ഒരു വസ്തു, എന്തെങ്കിലും ഒരു സാധനം ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞു, ഭർത്താവ് കേട്ടില്ല. അപ്പോഴേക്കും ഭാര്യ പിണങ്ങി. ഇത് അള്ളാഹിന്റെ മാർഗത്തിലുള്ള സ്നേഹമല്ല, ഇത് ദുനിയാവിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. ഭർത്താവ് ചൂരിദാർ വാങ്ങിച്ചു കൊണ്ടുവന്നു, അന്ന് ഭർത്താവിനോട് എന്തെന്നില്ലാത്ത സ്നേഹം, അന്ന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ദുനിയാവിന്റെ സ്നേഹം. ഇനി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഭർത്താവ് കിടന്നുറങ്ങുന്നുണ്ട്, സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നുണ്ട്. ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഭാര്യ വിളിച്ചു, എണീറ്റില്ല. സുബഹി നിസ്കരിക്കാൻ എണീക്കാതെ കിടന്നുറങ്ങിയ ഒരു ഭർത്താവിന് അന്ന് നാസ്ത ഉണ്ടാക്കി കൊടുത്തില്ല ഭാര്യ. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പിണങ്ങുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു ഭർത്താവിന് ഭാര്യ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്തില്ല. നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കിയോ, നിങ്ങൾ വേണം ഹോട്ടലിൽ ചോദിച്ചോളി, പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ പറയുന്നതിൽ ഒരു കടമില്ല. പെണ്ണുങ്ങൾക്ക് പുതിയാപ്പിളക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കേസ് കൊടുത്തോളൂ കഴിവ് പ്രശ്നം ഉണ്ടാക്കിയാൽ. സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഒരു ഭർത്താവിനും നിങ്ങൾ നാസ്ത ഉണ്ടാക്കി കൊടുക്കണ്ട. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. എന്നാൽ ചില സ്നേഹങ്ങളുണ്ട്. കിടന്നുറങ്ങുമ്പോൾ ഭർത്താവ് രാത്രി എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തപ്പോൾ, ഉദാഹരണം വേലൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കിടന്നുറങ്ങും, 3 മണിക്ക് വീട്ടിലെത്തുമ്പോൾ ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹം തോന്നിയിട്ട് ഉറങ്ങിക്കോട്ടെ, രാത്രി 3 മണിയിലെത്തുമ്പോൾ രാത്രി 3 മണിയെത്തും ഉറങ്ങിക്കോട്ടെ, ഉപേക്ഷിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ഉറക്കിയാലോ. അതാണ് ദുനിയാവിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ഈ ഭാര്യ വിചാരിച്ചത് ഇപ്പൊ താൽക്കാലികമായിട്ടുള്ള ഉറക്കമാണെങ്കിൽ അവൾ ചിന്തിക്കേണ്ടിയിരുന്നത് പാരത്രിക ലോകത്ത് സുബഹി നിസ്കരിക്കാതെ കിടന്നുറങ്ങിയതിന്റെ പേരിൽ എന്റെ ഭർത്താവ് അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കണമായിരുന്നു. അവളത് ചിന്തിച്ചില്ല. അവൾ താൽക്കാലികമായ വിഷയമാണ് ആലോചിച്ചത്. കിടന്നുറങ്ങുന്ന മക്കളെ സുബഹി നിസ്കരിക്കാൻ വിളിച്ചുണർത്താതെ ഉമ്മമാരെ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് അവരെ ഉറങ്ങാൻ അനുവദിക്കാറുണ്ട്. എന്നാൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഉമ്മയ്ക്ക് സഹിക്കാറില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ സ്കൂളിലേക്ക് പോയാൽ ഉമ്മയ്ക്കൊന്നും സമാധാനമില്ല. ളുഹർ നിസ്കരിച്ചില്ലെങ്കിൽ, സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ, ളുഹാ നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മാക്കൊരു കുഴപ്പവുമില്ല. അവിടെയാണ് പ്രശ്നം. സുബഹി നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് കുഴപ്പമില്ല, ളുഹാ നിസ്കരിച്ചില്ലെങ്കിൽ ഉമ്മാക്ക് കുഴപ്പമില്ല. നാസ്ത കഴിക്കാതെ സ്കൂളിലേക്ക് പോയാൽ ഉമ്മാക്ക് വലിയ ബേജാറാണ്. ഇതാണ് ദുനിയാവിന്റെ പേരിലുള്ള സ്നേഹം എന്ന് പറയുന്നത്. ദുനിയാവിന്റെ പേരിലല്ല സ്നേഹിക്കേണ്ടത്, ആഖിറത്തിന്റെ പേരിലാണ്, അള്ളാഹുവിന്റെ പേരിലാണ് സ്നേഹിക്കേണ്ടത്. അഥവാ ദുനിയാവിന്റെ വിഷയത്തിൽ നമ്മൾ ഒരാളോടും പിണങ്ങാൻ പാടില്ല. എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിൽ നമ്മൾ പിണങ്ങിയിരിക്കണം. ശരിയായില്ലെങ്കിൽ പിണങ്ങണം. ദുനിയാവിന്റെ വിഷയത്തിൽ ദുനിയാവിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഭാര്യ അയൺ ചെയ്ത് കൊടുത്തില്ല, ഡ്രസ് അയൺ ചെയ്ത് കൊടുത്തില്ല, ഇത് ദുനിയാവാണ്. അപ്പൊ ഭർത്താവ് പിണങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്താ നിനക്ക് നഷ്ടം? ദുനിയാവിന്റെ വിഷയത്തിൽ നീ പിണങ്ങാൻ പാടില്ല. എനിക്ക് സ്ഥിരിട്ടൂടെ, അതിനൊന്നും നീ പണങ്ങാൻ പാടില്ല. നേരെ മറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് 9 മണിക്ക് കിട്ടേണ്ടത് 9 മണിയായില്ലെങ്കിലും 9:30 നിനക്ക് കിട്ടിയില്ല, നീ ദേഷ്യപ്പെടാൻ പാടില്ല. പിന്നെ നീ എന്തിനാ ദേഷ്യപ്പെടേണ്ടത്? 12:45 ബാങ്ക് കൊടുത്തിട്ട് 1:30 മണിയായിട്ടും ഭാര്യ നിസ്കരിച്ചില്ലെങ്കിൽ നിനക്ക് ദേഷ്യപ്പെടാം. ളുഹാ നിസ്കരിച്ചില്ലെങ്കിൽ ദേഷ്യപ്പെടാം. തഹജ്ജുദിന് എണീറ്റില്ലെങ്കിൽ ദേഷ്യപ്പെടാം. നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കണം. നബി തങ്ങളുടെ ദാമ്പത്യ ജീവിതം നോക്കൂ. നിങ്ങൾ എവിടെയെങ്കിലും ദുനിയാവിന്റെ വിഷയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് ദേഷ്യപ്പെട്ടത് കാണാൻ കഴിയില്ല. നബി തങ്ങളുടെ എല്ലാ ഭാര്യമാരും പറഞ്ഞത്, ഇന്നേ വരെ ഞങ്ങളുടെ ഭർത്താവ് ദുനിയാവിന്റെ വിഷയത്തിൽ ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടേ ഇല്ല, അടിച്ചിട്ടില്ല, പിണങ്ങിയിട്ടില്ല, ഞങ്ങളോട് മിണ്ടാതിരുന്നിട്ട് ഞങ്ങളോട് തെറ്റിയിട്ടില്ല. പിന്നെ എപ്പോഴാ എന്തെങ്കിലും പിണക്കമോ ദേഷ്യമോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഹറാമ് ചെയ്താൽ അല്ലെങ്കിൽ അള്ളാഹിന്റെ നിയമത്തിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ സ്നേഹിക്കുക മക്കളെ. സ്കൂളിൽ നിന്ന് വന്നാല് ഉച്ചക്ക് ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം ടിഫിനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, ടിഫിനിലൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അത് കഴിച്ചോ എന്ന് ചോദിക്കുന്നതിന് മുമ്പേ ഉച്ചയ്ക്ക് നീ ളുഹർ നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ ഒരു ഉമ്മമാര് തന്റെ ഇടം കാണിക്കണം. ദീനാണ് പ്രധാനം.
ഈമാനിന്റെ മാധുര്യം നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. ഈമാനിന്റെ സുഗന്ധം, ഈമാനിന്റെ ടേസ്റ്റ്, ഈമാനിന്റെ രസം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ആര്? നമ്മൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയാണെങ്കിൽ, നമ്മൾ ഒരാളെ വെറുക്കുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുകയാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന്റെ മാധുര്യം ഇവർക്ക് ഉണ്ടാവുക, അഥവാ ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ, വെറുക്കുന്നതും അള്ളാഹുവിന്റെ മാർഗത്തിൽ. അപ്പൊ ഒരാളൊരു ഭർത്താവ് ഭാര്യയെ ത്വലാഖ് ചൊല്ലി, അങ്ങനെ ത്വലാഖ് ചൊല്ലിയതിന്റെ പേരിലൊന്നും ജീവിതം കഴിഞ്ഞൊന്നും പെണ്ണുങ്ങൾ വിചാരിക്കണ്ട. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒരു ത്വലാഖില്ല ജീവിതം കഴിഞ്ഞു, അങ്ങനൊന്നുമില്ല മുഅ്മിനീങ്ങളെ. ഒരാൾ ത്വലാഖ് ഇല്ലത് കൊണ്ട് നിങ്ങളെ ജീവിതം തീരാണ്, നിങ്ങൾക്ക് ഇതിനെക്കാളും വലിയ നല്ല ജീവിതം കിട്ടാൻ പോവാണ്. ഗൾഫിലൊക്കെ നോക്കിക്കങ്ങള്, ഗൾഫിലൊക്കെ അറബികള് ത്വലാഖ് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയ വിഷയമാണ്. എന്നാൽ ത്വലാഖ് ചെല്ലിയത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. ഉദാഹരണം, ത്വലാഖ് ചെല്ലിയ മുമ്പ് ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു, ആ ഭർത്താവിന് ഒരു കുട്ടിയുണ്ട്. ആ ഭർത്താവ് ത്വലാഖ് ചെല്ലി ഈ പെണ്ണിനെ വേറൊരാള് കല്യാണം കഴിച്ചു. വേറൊരാള് കല്യാണം കഴിച്ചു, കോടതി മുഖാന്തരം പെണ്ണ് എന്ത് ചെയ്യണം? കുഞ്ഞിനെ ഇടക്കിടക്ക് മുൻ ഭർത്താവിന് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഈ പെണ്ണ് മുൻ ഭർത്താവിനെ കുഞ്ഞിനെ കാണിക്കാൻ വരും. അപ്പൊ അഹമ്മദ് എന്നിട്ട് അസ്സലാമു അലൈക്കും സുഖന്നെ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കും. നമ്മളോ ഒരു ത്വലാഖില്ല, പിന്നെ അയാൾ 7 അയലത്ത് നടക്കൂല. ത്വലാഖില്ല, മുൻ ഭർത്താവിന്റെ അടുത്തേക്ക് കുട്ടിയെ കൊണ്ടുവരാണ്. അപ്പൊ അഹമ്മദ് കൈഫൽ ഹാൽ ചോദിച്ചാൽ ചിരിച്ച് സംസാരിച്ച് വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും. ഈ പെണ്ണിന്റെ ഭർത്താവും കൂടെ ഉണ്ടാവും, ഈ പെണ്ണിന്റെ പുതിയ ഭർത്താവ് കൂടെ ഉണ്ടാവും. വീട്ടിലേക്കൊക്കെ ക്ഷണിക്കും ഭക്ഷണം കഴിക്കാൻ. പോവില്ല, പോയാലും പോയില്ലെങ്കിലും. ഒരാൾ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞിട്ട് ജീവിതം അസ്തമിക്കാനൊന്നും പോകുന്നില്ല. അതൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾ മാറ്റി തിരുത്തേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾ ത്വലാഖ് ചൊല്ലി ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവൾ എന്തോ ഒരു തെറ്റ് ചെയ്ത പോലെ അത് ഒഴിവാക്കി. ത്വലാഖില്ലേ പെണ്ണാണ്, എന്തപ്പോ ത്വലാഖില്ലേ? ഒരാൾ ത്വലാഖില്ലത് കൊണ്ട് എന്തപ്പോ അവർക്ക് നഷ്ടം വരാൻ പോകുന്നത്? സ്ത്രീകളോട് പറയാൻ, നിങ്ങളൊന്നും അങ്ങനെ എന്തായി പോകരുത്. ഒരാൾ ത്വലാഖ് ചൊല്ലി എന്ന് പറഞ്ഞ് എന്റെ ജീവിതം തകർന്നു, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾ പൊരുതണം. നിങ്ങൾ അങ്ങനെ ഒരൊറ്റപ്പെട്ടു പോകുന്ന, ടെൻഷൻ അടിച്ച് വീട്ടിനുള്ളിൽ ആരും പുറത്തിറങ്ങാതെ ജീവിക്കുന്നവരായിട്ടൊന്നും മാറരുത്. ഒരാൾ ത്വലാഖ് ചൊല്ലിയാല് കല്ലുവല്ലി പുതിയ ആളുകൾ കിട്ടും, അത് നിങ്ങൾ ടെൻഷൻ ഒന്നും ആക്കണ്ട. ഇസ്ലാം ത്വലാഖിനെ വളരെ നിരുത്സാഹപ്പെടുത്തിയ മതമാണ്. എന്നിട്ടും ഒരു കാരണവുമില്ലാതെ ത്വലാഖ് ചെല്ലുന്നവരൊക്കെ ഉണ്ട്, ഒരു കാരണമില്ലാതെ ത്വലാഖ് ചെല്ലുന്നവരൊക്കെ ഉണ്ട്. അത്തരം ആളുകൾ നിങ്ങൾ ത്വലാഖ് ഇല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ ധൈര്യമായി നിങ്ങൾ ജീവിച്ചോളൂ, അതിനേക്കാളും നല്ല ജീവിതം അല്ലാഹു നിങ്ങൾക്ക് നൽകും. അതൊരു അന്തസ്സിന് കുറവൊന്നുമില്ല, അത് മനസ്സിലാക്കുക. ഏതായാലും അങ്ങനെ ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ, ഭർത്താവിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ, ഭർത്താവ് അയാളെ ത്വലാഖ് ചൊല്ലിയാലും ഇവരുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. ഭർത്താവ് ഭാര്യയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ, ഭാര്യ ഭർത്താവിനെ ഒഴിവാക്കിയാലും അള്ളാഹു ഭർത്താവിന്റെ കൂടെ ഉണ്ടാകും. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ ഈമാനിന്റെ മാധുര്യം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി. 2 ചെറുപ്പക്കാരെങ്ങനെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്നത്? എങ്ങനെയാ? സ്കൂളിൽ പഠിക്കുന്ന 2 കൂട്ടുകാർ, നല്ല ചങ്ങാതിമാരാ. അതിനിടയിലാണ് ഈ കുട്ടിക്ക് പ്രേമുണ്ടാകുന്നത്. അപ്പൊ ഈ സുഹൃത്ത് പറഞ്ഞു, മോശമാണ്, അങ്ങനെ ചെയ്യരുത്. ഓൻ കേട്ടില്ല. അപ്പൊ ഈ ചങ്ങാതി എന്ത് ചെയ്യണം? നേരെ വീട്ടിൽ വന്നിട്ട് ഇവന്റെ ഉപ്പയോട് ഉമ്മയോട് പറയണം, നിങ്ങളെ മകന് ചെറിയൊരു പ്രേമത്തിൽ പെട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് സൂക്ഷിക്കണം. 2 പെൺകുട്ടികൾ പരസ്പരം നല്ല സുഹൃത്തുക്കളാണ്. കൂടെ പഠിക്കുന്ന തന്റെ സുഹൃത്തിന് മറ്റൊരാളോട് ഒരു പ്രേമം തോന്നി. അത് നിങ്ങൾ മറച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. മറച്ചു വെക്കുന്നത് അവൾ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് സമാനമാണ്. പ്രേമം തുടങ്ങി, ബസ് സ്റ്റാൻഡിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്, എപ്പോഴും ബസ് സ്റ്റാൻഡിൽ ഒരാൾ കാത്തിരിക്കുന്നുണ്ട്. ഇവൾക്ക് നമ്പർ കൊടുക്കാറുണ്ട്, ഫോൺ കൊടുക്കാറുണ്ട്, ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. ഇതെന്റെ ചങ്ങാതിയല്ലേ, ഫ്രണ്ട് ഇൻ നീഡ് ഈസ് ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിൽ ഉപകരിക്കുന്ന ചങ്ങാതിയാണ് ഏറ്റവും നല്ല ചങ്ങാതി എന്ന് പറഞ്ഞിട്ട് ഈ തോന്നിവാസങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുകയാണെങ്കിൽ അതിന് ഉത്തരം, അതിന്റെ ലക്ഷണം, അതിന്റെ അടയാളം, നീ നിന്റെ സുഹൃത്തിനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതിന് സമാനമാണ്. നിന്റെ സുഹൃത്തിനെ തീയിലേക്ക് വലിച്ചെറിയുന്നതിന് സമാനമാണ്. നീ എന്ത് ചെയ്യണം? ആദ്യമായി നിന്റെ ചങ്ങാതിയെ ഉപദേശിക്കണം, ചെയ്യരുത്, മോശമാണ്, മാതാപിതാക്കൾ അറിയാതെ പണിക്ക് നിൽക്കരുത്. അവള് കേട്ടില്ലേ? അവളുടെ ഉമ്മയോട് പറയണം, നിങ്ങളുടെ മകൾ ഇന്നൊരാളുമായിട്ട് പ്രണയത്തിലാണ്, അതിന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് അവർ കാത്തിരിക്കാറുള്ളത്, ഫോൺ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ
ഇതൊക്കെ നിങ്ങൾ പറയണം. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ മറച്ചു വെക്കുന്നത് കപട സ്നേഹികളാണ്, കാപ്പട്യക്കാരാണ്. ഇത്തരം സുഹൃത്തുക്കൾ നാളെ പാരത്രിക ലോകത്ത് നഖം കടിക്കും. ഈ മറച്ചു വെച്ചാൽ ഇവർ നാളെ നരകത്തിൽ വീഴുമ്പോ പറയും, എനിക്ക് നല്ലൊരു ചങ്ങാതി കിട്ടിയില്ലല്ലോ, എന്നെ ചങ്ങാതി രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ, നല്ലൊരു ചങ്ങാതി ഇല്ലാത്തത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് നരകത്തിൽ വീഴാൻ കാരണമെന്ന് നരകത്തിൽ വെന്തുരുകുമ്പോ അവർ പറയുമത്രേ. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കാൻ ശ്രമിക്കുക. അള്ളാന്റെ മാർഗത്തിൽ സ്നേഹിച്ചാൽ പരസ്പര പ്രശ്നം ഉണ്ടാവില്ല. എന്നെ കാണുമ്പോ ബഹുമാനിച്ചില്ല, എന്നോട് സലാം പറഞ്ഞില്ല, അങ്ങനെയൊന്നും ചിന്തിക്കൂല. ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾക്കിടയിൽ. ദുനിയാവിന് വേണ്ടി സ്നേഹിച്ചാൽ, എന്തെങ്കിലും ദുനിയാവിലെ സുഖങ്ങൾക്ക് വേണ്ടി, സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ സഹായങ്ങൾക്ക് വേണ്ടിയൊക്കെ സ്നേഹിച്ചാൽ ഇടയ്ക്കിടെ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സിനിമക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരനോട് പോവല്ല, പള്ളിക്ക് വിളിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പള്ളിക്ക് വിളിച്ചു കൊണ്ടുവരണം, വന്നില്ലെങ്കിൽ പിണങ്ങാം. കാരണം അള്ളാന്റെ വിഷയത്തിൽ അവൻ എന്തില്ല, താല്പര്യം കാണിച്ചില്ല. സിനിമ ഹറാമിലേക്ക് അവൻ താല്പര്യം കാണിച്ചു, പിണങ്ങി. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ പിണങ്ങുകയും ചെയ്യുന്ന രണ്ട് കൂട്ടുകാർക്ക് അല്ലാഹു തആല നാളെ അർശിന്റെ തണൽ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ അങ്ങനെ നമ്മൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അവരോട് പറയണം, ഇന്നി ലഉഹിബ്ബുക, എനിക്ക് നിങ്ങളെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടമാണ്, എനിക്ക് നിങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയണം. ആണിനെ സ്നേഹിച്ചാൽ മതി. ആണും പെണ്ണുള്ള ഈ പ്രണയത്തെ കുറിച്ചല്ല ഇത് പറയുന്നത്. ഇനി നാളെ കണ്ട പെണ്ണുങ്ങളോടൊക്കെ പോയി എനിക്ക് നിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ ഇഷ്ടമാണെന്ന് പറയാൻ നിൽക്കണ്ട. അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹമല്ല. അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അയാളുടെ സ്വഭാവം കണ്ട്, അല്ലെങ്കിൽ അയാളുടെ ദീന് കണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഇൽമ കണ്ട്, അയാളുടെ പെരുമാറ്റം കണ്ട്, അയാളുടെ സാമ്പത്തികമായ സൂക്ഷ്മത കണ്ട്, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരാൾ കാണിക്കുന്ന ആ സൂക്ഷ്മതയായിരിക്കും ഒരാളോട് നമ്മൾക്ക് സ്നേഹമുണ്ടാവാൻ കാരണം. ശംസുൽ ഉലമയോട് സ്നേഹമുണ്ടാവാൻ കാരണം അവരുടെ ദീനാണ്. കണ്ണിയത്ത് ഉസ്താദിനോട്, CH ഹൈദ്രോസ് മുസ്ലിയാരോട്, ഇവരോടൊക്കെ സ്നേഹമുണ്ടാവാൻ കാരണം അവരുടെ ദീനായിരുന്നു. അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ. നേരെ മറിച്ച് ഇവിടെ കുറെ ആളുകൾ സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് ദീനിന്റെ പേരിലാണോ? കളിക്കാരെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ഫുട്ബോൾ കളി കാണുന്ന ആളുകൾ, മെസ്സി, റൊണാൾഡോ ഒക്കെ സ്നേഹിക്കുന്നുണ്ടല്ലോ, അത് അള്ളാഹിന്റെ മാർഗത്തിലുള്ള സ്നേഹമാണ്. എനിക്ക് നിന്നെ അള്ളാഹിന്റെ മാർഗത്തിൽ സ്നേഹിക്കാണെന്ന് അവരോട് പോയിട്ട് പറയാൻ പറ്റുമോ? അവർക്ക് എന്താണ് അള്ളാഹുമായിട്ട് എന്ത് ബന്ധം അവർക്കുള്ളത്? സിനിമാ നടന്മാരെ സ്നേഹിക്കുന്നു, അള്ളാഹുമായിട്ട് എന്ത് ബന്ധമുള്ളത്? സെലിബ്രിറ്റികളെ സ്നേഹിക്കുന്നു, അള്ളാഹുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക പരസ്പരം. അർശിന്റെ തണല് കിട്ടാൻ അത് കാരണമാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ അബൂ മുസ്ലിം അൽ ഖൗലാനി തങ്ങൾ പറഞ്ഞു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, സമഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അൽ മുതഹാബൂന ഫീ ജലാലി, എന്റെ വിഷയത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ, ലഹും മനാബിറു മിൻ നൂരിൻ യഗ്ബിതുഹുൻ നബിയ്യൂന വശുഹദാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല പ്രകാശത്താലുള്ള മിമ്പറുകൾ ഒരുക്കുമെന്നാ പറഞ്ഞത്. പ്രകാശത്താലുള്ള സിംഹാസനങ്ങൾ അല്ലാഹു ഒരുക്കും. രണ്ടാളുകൾ സ്നേഹിക്കുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ അവർക്ക് അല്ലാഹു തആല പ്രകാശത്താലുള്ള സിംഹാസനങ്ങൾ ഒരുക്കുമെന്നാ പറഞ്ഞത്. പ്രകാശത്താലുള്ള സിംഹാസനം. യഗ്ബിതുഹുൻ നബിയ്യൂന വശുഹദാ, അല്ലാഹു തആല പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അവരോട് അസൂയയായിരിക്കും ആർക്ക്? പ്രവാചകന്മാർക്കും അതേപോലെ തന്നെ രക്തസാക്ഷികളായ ശുഹദാക്കൾക്കും അവരോട് അസൂയ തോന്നും. കാരണം അത്രയും മനോഹരമായ ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അസൂയ തോന്നുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മൾ എത്ര മാന്യമായിട്ട് പരസ്പരം പെരുമാറുന്നുണ്ടോ അതിനനുസരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് നമ്മുടെ സ്ഥാനം കൂടുമെന്നാ പറഞ്ഞത്.
നമ്മൾ എത്രത്തോളം സ്നേഹത്തോടെ എത്രത്തോളം മാന്യമായി നമ്മൾ മറ്റൊരാളെ ബഹുമാനിക്കുന്നുണ്ടോ അത്രത്തോളം അല്ലാഹുവിന്റെ അടുത്ത് നമ്മൾക്കുള്ള സ്ഥാനം കൂടുമെന്നാ പറഞ്ഞത്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അലൈക്കും ബിൽ ഇഖ്വാൻ, നിങ്ങൾ ഒരുപാട് ചങ്ങാതിമാരെ കൂട്ടണേ എന്നാ പറഞ്ഞത്. ഒരുപാട് ചങ്ങാതിമാര് വേണം. ചങ്ങാതിമാര് നല്ലതാണ്. എന്തുകൊണ്ട്? അവർ ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾക്ക് വലിയ ഉപകാരമാണ്. നല്ല സുഹൃത്തുക്കൾ. SKSSFന്റെ പ്രവർത്തകരോടാ ഞാൻ ഇത് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, ഓ ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, സാദിഖീങ്ങളായ സത്യസന്ധന്മാരായ ആളുകളുടെ കൂടെ നിൽക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നമ്മൾ അങ്ങനെ നിൽക്കണം. സംഘടന കുറെ ഉണ്ടാകും, പാർട്ടി കുറെ ഉണ്ടാവും, ഗ്രൂപ്പ് കുറെ ഉണ്ടാവും. ഇതിൽ ഏറ്റവും നല്ലവരാരാണ്? അവരുടെ കൂടെ നമ്മൾ നിൽക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണം. അത് മാത്രം പോരാ, വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരുടെ കൂടെ നിൽക്കണമെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. ഒറ്റപ്പെട്ട് നിൽക്കരുത്. ഞാൻ അങ്ങനൊന്നുമില്ല, എനിക്കങ്ങനൊന്നുമില്ല, ഞാൻ മുസ്ലിമാണെന്നൊക്കെ പറയും. ഒരു സംഘടിതമായ ഒരു കൂട്ടത്തിന്റെ കൂടെ നിൽക്കാതെ തെറിച്ചു നിൽക്കുന്ന ആളുകളുണ്ടാവും. അത് നല്ലതല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പറഞ്ഞത്, ഞാനിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം നബി തങ്ങളെ പോലെ മിമ്പറിൽ കയറി ഞാൻ നിങ്ങളോട് പ്രഭാഷണം നടത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടിതരായി നിൽക്കണമെന്നാ പറഞ്ഞത്. ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല. ചില ആളങ്ങനെയുണ്ട്, നാട്ടിൽ വലിയ വലിയ കാര്യന്മാരായിട്ട് അവർ പറയും വലിയ അഭിമാനത്തോടെ, എനിക്കങ്ങനെ സംഘടന ഒന്നുമില്ല, ഞാൻ ആരായിട്ട് ബന്ധമൊന്നുമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കാണ്, തെറിച്ചു നിൽക്കാണ്. അലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ സംഘടിതരായി നിൽക്കണമെന്നാ പറഞ്ഞത്. വഇയ്യാകും വൽ ഫിർഖ, നിങ്ങൾ ഒരു കാരണവശാലും ഭിന്നിക്കരുത് എന്ന് പറഞ്ഞു. ഭിന്നിച്ചു പോകരുത്, സംഘടിതരായി നിൽക്കണം. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്ത് ഭിന്നിപ്പുണ്ടെങ്കിലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും സംഘടനകൾ ഒരുപാടുണ്ടെങ്കിലും ദയവ് ചെയ്ത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാൻ നിൽക്കരുത്. അനാവശ്യമായ തർക്കങ്ങൾ, അനാവശ്യമായ ഗീബത്തുകൾ, നമീമത്തുകൾ, കുറ്റം പറച്ചിലുകൾ, ഫിത്നകൾ, അടിപിടികൾ, കൊലപാതകങ്ങൾ, ഇത്തരം വിഷയങ്ങളുമായി യാതൊരു ബന്ധം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. സലാം പറയണം എല്ലാവരോടും, പുഞ്ചിരിക്കണം എല്ലാവരോടും. നമ്മൾക്ക് നമ്മുടെ സംഘടന, മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ സംഘടന. ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞതുപോലെ ഓരോ ആളുകൾക്കും 1947 മുതൽ ഇവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ വരുമ്പോ നമ്മൾക്കൊരു SKSSFകാരനാവാൻ അള്ളാഹു അവസരം തന്നതുപോലെ ഓരോ ആളുകൾക്ക് ഓരോ സംഘടനയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ പുച്ഛിക്കുന്നത്, മറ്റുള്ളവരെയൊക്കെ തള്ളിക്കളയുന്നത്, മറ്റുള്ളവരൊക്കെ മോശമാണെന്ന് പറയുന്നതിനോട് ഒരു നിലക്കും യോജിക്കാൻ കഴിയില്ല. നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക, എല്ലാവരോടും സലാം പറയുക, എല്ലാവരോടും നല്ല ബന്ധം സ്ഥാപിക്കുക. പിണക്കങ്ങൾ ഉണ്ടാവരുത്, ഇണക്കാനാണ് ശ്രമിക്കേണ്ടത്, ഭിന്നിപ്പിക്കാനാവരുത്, ചേർത്ത് നിർത്താനാണ് ശ്രമിക്കേണ്ടത്. അതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത്. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കലാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാതെ നല്ല മസ്ലഹത്തുണ്ടാക്കലാണ്, ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ്.